വസ്തുതയാണ് ചെയ്യുന്നത്. ഈ വസ്തുത കുറെ കൂടെ പ്രമാണബദ്ധമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടല്ലാതെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനാണ് അതിന്റെ അർത്ഥം. മുശ്രിക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ. അപ്പോ അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പങ്കു ചേർക്കാൻ കഴിയുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, ഇത് നിങ്ങളോട് പറയുന്നു. ഇവിടെ സമസ്തക്കാരൊന്നും ഇപ്പൊ കൂടുതലില്ല. രാത്രി ചിലപ്പം ബഹളം ഉണ്ടാക്കാൻ വന്നത് അത് വേറെ വിഷയം. ഇരുട്ട് ഓൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെളിച്ചത്രേ പത്തിയല്ല. എപ്പോഴും അങ്ങനെ സമസ്തക്കാർക്ക് ഇരുടിനോട് ഭയങ്കര ഇഷ്ടമാണ് ഏത് കാലത്ത്. അപ്പോ ഇത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനാ, നിങ്ങൾക്ക് പ്രബോധനം ചെയ്യാനാ. മറ്റോ ഈ ഇരിക്കുന്ന മുജാഹിദുകൾക്ക് ഇതൊന്നും നിങ്ങൾ കേൾക്കാത്ത വാർത്തയൊന്നുമല്ല, സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന. ഇത് ഇങ്ങനെ കോർവയാക്കി പറഞ്ഞു തരുന്ന എന്തിനറിയും? എന്റെ കൃത്യമായ ഒരു റൂട്ട് വിശദീകരിച്ചിരുന്നത് നമുക്ക് നാളെ ദഅവത്ത് നടത്താനാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വരുന്ന രംഗങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവന്നു നോക്ക്. എന്നിട്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയോട് ജമ്മിലൂനി യാ ഖദീജ, ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂടുക. ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നു, പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നു. കുറെ ശാന്തമായി സമാധാനപരമായി റസൂല് സൈലന്റ് ആയപ്പോ ഖദീജ ബീവി പറയുന്ന ചില വാക്കുകളുണ്ട്. അത് നമ്മളൊന്ന് പ്രത്യേകം, ഇത് സമസ്തക്കാരോട് പറയേണ്ട പോയിന്റുകളിൽ ഈ വിഷയത്തിലെ ഒന്നാമത്തെ പോയിന്റാണ്. ഖദീജ ബീവി പറയുന്ന വാക്കെന്താ? അല്ലാഹുവാണ് സത്യം. ചിന്തിക്കണം, നബിയായിട്ടില്ല, പ്രവാചകനാണെന്ന് അറിയില്ല, പ്രവാചകനായി തെരഞ്ഞെടുത്തു എന്നുള്ള ബോധം റസൂലിന് വന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ജിബ്രീൽ വന്നു, അത് ജിബ്രീൽ തന്നെയാണോ എന്ന് പോലും ആർക്കറിയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. ആ ഒരു ഘട്ടത്തിൽ ഖദീജ ബീവി നബിയേക്കാൾ കൂടുതൽ അള്ളാഹിനെ പറ്റി പറയും. അത്ഭുതമാണ്. അള്ളാഹു താങ്കളെ ബുദ്ധിമുട്ടിക്കുകയില്ല, കാരണം അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നവനാണ്, കുടുംബബന്ധം ചേർക്കുന്നവനാണ്. ഈ 3 ഗുണമുള്ള ഒരു വ്യക്തിയെ അള്ളാഹു ഉപേക്ഷിക്കുകയില്ല എന്ന വിജ്ഞാനം ഖദീജ ബീവിക്ക് ആര് പകർന്നു കൊടുത്തു? ഭയങ്കരമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഈ ബോധം ഖദീജ ബീവിക്ക് ആര് പകർന്നു കൊടുത്തു? സമസ്തക്കാര് ഉറക്കെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഈ പോയിന്റ് ഖദീജത്തുൽ കുബ്രക്ക് നബി പഠിപ്പിച്ചതല്ല. അതായത് കുടുംബബന്ധം ചേർക്കൽ പടച്ചോന് വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്നും ആ വ്യക്തിയെ അള്ളാഹു സ്നേഹിക്കും എന്ന നോളജ് ഖദീജ ബീവിക്ക് ആര് പകർന്നു കൊടുത്തു? അപ്പൊ അത്ര കൃത്യമായിരുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ളവരുടെ ബോധം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ ലളിതമായിട്ടാണ് പറയുന്നത്, അടിച്ചു പൊളിച്ചു പോവുകയല്ല, സാധാ ശൈലിയിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഖദീജ ബീവിക്ക് ഈ ഒരു നോളജ് ആര് പകർന്നു കൊടുത്തു? കുടുംബബന്ധം ചേർക്കുന്ന ഒരു വ്യക്തിയെ ആകാശഭൂമികളുടെ തമ്പുരാനായ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന ഈ വിജ്ഞാനം, അതൊരു വിജ്ഞാനാണല്ലോ. നമ്മൾ സാധാരണ പറയും, പിന്നെ കാസിയു റഹ്മിൻ ലാ തദ്ഖുലുൽ ജന്ന, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്ത് പോകില്ല. ഈ വിജ്ഞാനം ഖദീജ ബീവിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏത് നബി പഠിപ്പിച്ചു? ഞങ്ങൾ മില്ലത്തെ ഇബ്രാഹിമിലാണെന്ന് വിശ്വസിച്ചവരാ മക്കാ മുശ്രിക്കുകൾ. ഇബ്രാഹിം നബി പഠിപ്പിച്ച മതത്തിന്റെ ആളുകളാണ് ഞങ്ങൾ, വിശ്വസിച്ചിരുന്നവരാണ്. ഇത് ഈ പോയിന്റിലെ ഒന്നാമത്തെ പോയിന്റ്. ഇതിലെ കുറെ കൂടെ ശ്രദ്ധേയമായ ഒരു പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാന്റെ പേരറിയാവുന്ന ഏതൊരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഖദീജ ബീവിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒക്കെ ആ കാലയളവിൽ നമ്മൾ മനസ്സിലാക്കുക, നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, നബീന്റെ ബാപ്പാന്റെ പേര് നബി ഇട്ടതല്ല, അല്ലല്ലോ, അള്ളാന്റെ റസൂലല്ലല്ലോ ഇട്ടത്. അബ്ദുൽ മുത്തലിബ്, മുശ്രിക്കായ ബൗദൈവ വിശ്വാസിയായ അബ്ദുൽ മുത്തലിബ് കേരളത്തിലെ അബ്ദുറഹ്മാനും ആമിനയും തനിക്ക് ജനിച്ച കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിട്ട പോലെ അബ്ദുൽ മുത്തലിബ് നബിയുടെ ബാപ്പാക്ക് അബ്ദുള്ള എന്ന് പേര് വെക്കാൻ എന്താണ് കാരണം? അപ്പോ അള്ളാഹുവിന്റെ അടിമകളാണ് ഞങ്ങളൊക്കെ എന്ന് അംഗീകരിക്കാത്ത ഒരാൾക്ക് തന്റെ മകൻ അബ്ദുള്ള എന്ന് പേരിടാൻ പറ്റുമോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ അബ്ദുള്ള എന്ന് പേരിടുവോ? അള്ളാന്റെ അടിമ, നിരീശ്വരവാദി ഇടുവോ? ഞങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്
എന്ന് അംഗീകരിച്ച ഒരു വ്യക്തിയായിരുന്നു നബിയുടെ വല്യാപ്പ എന്നർത്ഥം. ഇത് സാധാരണക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട പോയിന്റാണ്. പിന്നെ എന്ത് സംഭവിച്ചു? ഇതൊക്കെ അംഗീകരിച്ച ഇപ്പൊ സംസം കിണറ് മൂടിപ്പോയിരുന്നു. അതായത് റസൂലുള്ള ജനിച്ച ആ കാലഘട്ടത്തിലൊക്കെ സംസം കിണറ് ശത്രുക്കൾ മൂടിക്കളഞ്ഞിരുന്നു. ഒരു യുദ്ധത്തില് മക്ക ആക്രമിച്ച് തിരിച്ചു പോകുമ്പോൾ കോപം വന്നിട്ട് സംസം കിണർ അവരെന്ത് ചെയ്തിരുന്നു? മൂടിക്കളഞ്ഞു. അത് എവിടെയാണ് എന്നത് മക്ക മുശ്രിക്കുകൾക്ക് പരിചയമില്ലാത്ത വിധം ആ സ്ഥലം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ എപ്പോഴും അതിങ്ങനെ പരിശോധിക്കാറുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബും അബൂ താലിബും ഒക്കെ. അതെങ്ങനെ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സംസം കിണറിന്റെ സ്ഥാനം അവർക്ക് തിരിച്ചു കിട്ടിയപ്പോ ആ വെള്ളം കിണർന്ന് ഇങ്ങനെ ചീറ്റി വന്നപ്പോ അൽഹംദുലില്ലാ എന്നാണ് അബ്ദുൽ മുത്തലിബ് അന്ന് പറഞ്ഞിരുന്നത്. അല്ലാഹുവേ നിനക്ക് സ്തുതി, അല്ലാഹുവേ നിനക്ക് സ്തുതി. അപ്പൊ ആ അല്ലാഹു ഏതായിരുന്നു? അല്ലാഹു നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം അബ്രഹത്തും കൂട്ടരും കാബാലയം ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ചരിത്രത്തിലെ ഓരോ ഘട്ടങ്ങൾ പറയാൻ ഞാൻ. പരിശുദ്ധ കാബാലയം ആക്രമിക്കാൻ അബ്രഹത്തും കൂട്ടരും വരികയാണ്. സ്വാഭാവികമായി അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ ഒട്ടകത്തെയും ഞങ്ങളുടെ ആടുമാടുകളെയും ഞങ്ങൾ സംരക്ഷിക്കുകയാണ്. പള്ളി കാബ അത് അള്ളാഹ് സംരക്ഷിച്ചുകൊള്ളും, അത് അവന്റെ ദേവാലയമാണ്. പരിശുദ്ധ കാബാലയം അബ്രഹത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചുകൊള്ളുമെന്നാണ് കാബ സംരക്ഷിച്ചിരുന്ന മുശ്രിക്കുകളായ ആളുകൾ പോലും പറഞ്ഞിരുന്നത്. കാരണം അവർ മുശ്രിക്കായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവനിൽ പങ്കു ചേർക്കുന്നവരായിരുന്നു. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം സ്പഷ്ടമായ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിശുദ്ധ പ്രവാചക തിരുമേനിയോട് അബൂജഹലും കൂട്ടരും ഉഹുദിൽ പടപൊരുതുമ്പോ യുദ്ധം ചെയ്യുന്നതിന് മുമ്പിൽ അവരാദ്യമായി പ്രാർത്ഥിച്ചത് എന്താണ്? അബൂജഹൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. നാഥ, പരിശുദ്ധ കാബത്തിന്റെ നാഥ അള്ളാഹുവേ, ഈ രണ്ട് വിഭാഗത്തിൽ സത്യത്തിന്റെ പാർട്ടിയെ നീ ജയിപ്പിക്കണേ എന്ന് അബൂജഹൽ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട് തന്നെ. എന്നിട്ടും അവരെന്തുകൊണ്ട് മുശ്രിക്കായി? ഇതാണ് പോയിന്റ്. എന്നിട്ടും അബൂജഹലിനോട് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്തു. എന്തുകൊണ്ട്? അബൂജഹല് അള്ളാഹുവിന്റെ സൃഷ്ടികളായ അമ്പിയാക്കളോട്, മഹാന്മാരായ ഔലിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്നതുകൊണ്ട്. വേറെ എന്താ ദുരന്തം? ഇനി വിശുദ്ധ ഖുർആൻ ഈ വിഷയമായി പറയുന്ന കുറച്ച് ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ വിഷയം സൂചിപ്പിക്കുന്ന കുറച്ച് വചനങ്ങൾ, പടച്ച തമ്പുരാൻ ഈ വിഷയമായി പറയുന്ന കുറച്ച് വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. തൗഹീദ് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതിലൊന്ന്, വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വശഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. നോക്കൂ, സൂറത്ത് അങ്കബൂത്തിലെ ഖുർആനിലെ 29-ാം അധ്യായം അങ്കബൂത്തിലെ 61-ാമത്തെ വചനമാണ്. ഈ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ്? വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള. ആകാശം സൃഷ്ടിച്ചതാരാണ്? ഭൂമി സൃഷ്ടിച്ചതാരാണ്? സൂര്യനെ അധീനപ്പെടുത്തി തന്നത് ആരാണ്? ചന്ദ്രനെ അധീനപ്പെടുത്തി തന്നത് ആരാണ് എന്ന് മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികളോട് ചോദിക്കാൻ അള്ളാഹു പഠിപ്പിക്കുകയും. ഏതായിരുന്നാലും മുസ്ലിമീങ്ങളായി തൗഹീദ് സ്വീകരിച്ച മുവഹിദുകളോട് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഇല്ല. മക്ക മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്. വലയിൻ സഅൽതഹും, പ്രവാചക അവരോട് ചോദിച്ചു നോക്ക്, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? അള്ളാഹുവാണ് എന്നവർ പറയുന്നു. ആരാണ് ഭൂമി സൃഷ്ടിച്ചു കൊടുത്തത്? അള്ളാഹുവാണ് എന്നവർ സമ്മതിക്കുന്നു. ആരാണ് സൂര്യനെ അധീനപ്പെടുത്തി തന്നത്? ആരാണ് ചന്ദ്രനെ അധീനപ്പെടുത്തി തന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്നവർ പറയും. സൂറത്ത് അങ്കബൂത്ത് 29-ാം അധ്യായം 61-ാമത്തെ വചനം. വീണ്ടും അവരുടെ പ്രത്യേകതയായി ഇത് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വചനമാണ്. ഖുർആൻ ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ. എന്താണ് ശിർക്ക് എന്ന്
അള്ളാഹു കൃത്യമായി വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്താണിത്. ഇത് പഠിച്ചാൽ, ഈ ആയത്ത് ശരിക്ക് പഠിച്ചാൽ ഒരാൾക്കും സമസ്തക്കാരാകാൻ കഴിയില്ല, ഒരു സഖാഫിയെയും അംഗീകരിക്കാൻ കഴിയില്ല. ഇല്ല, നിങ്ങൾ കേട്ടോളൂ. ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മക്കാ മുശ്രിക്കുകൾ കടലിലൂടെ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലയുമ്പോൾ കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു പറയാണ്, നിഷ്കളങ്കരായി കാപട്യമില്ലാത്തവരായി പടച്ചതമ്പുരാനോട് മാത്രമായി അവർ പ്രാർത്ഥിക്കുന്നു. കണ്ടോ? അപ്പോ മക്കയിലെ മുശ്രിക്കുകളുടെ രീതി എന്താ? കടലിൽ ഞങ്ങൾ മുങ്ങിപ്പോകും, ഞങ്ങൾ നശിപ്പിക്കപ്പെടും, ഞങ്ങളുടെ കപ്പൽ മുങ്ങിപ്പോകും എന്ന് ബോധ്യപ്പെട്ടാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി കാപട്യമില്ലാത്തവരായി അല്ലാഹുവിനോട് അവരതാ പ്രാർത്ഥിക്കുന്നു. ഇനി എന്താ? ഇത് തൗഹീദാണെന്നും ഇതാണ് ഇസ്ലാമെന്നും അതവരുടെ ഗുണമായി ഇതായിരുന്നു അവർ ചെയ്യേണ്ടതെന്നും അള്ളാഹു ഈ വചനത്തെ പറഞ്ഞിട്ട് എന്താണ് അവരുടെ ശിർക്ക്? അതാണ് ആ ആയത്ത് തന്നെ ബാക്കി ഭാഗത്തിൽ അള്ളാഹു. എന്നാൽ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, കടലിൽ നിന്ന് അവർ കരയിലെത്തിയാൽ, കടലിൽ നിന്ന് അവർ കരയിലെത്തിയാൽ അവരെന്ത് ചെയ്യുന്നു? ഇദാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും. എന്താണ് കരയിലെത്തി അവർ ചെയ്യുന്ന ചെയ്തി? എന്താ? അത് നോക്കിയാൽ കടലിലെ തൗഹീദും കരയിലെ ശിർക്കും എന്താണ് എന്ന് പ്രകടമായി മനസ്സിലാവും. കരയിൽ എന്തിനെയാണോ അള്ളാഹു തൗഹീദ് എന്ന് വിളിച്ചത്, അത് അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയെ ആണ് തൗഹീദ് എന്ന് അള്ളാഹു വിളിച്ചത്. എന്നാൽ കരയിലെ ശിർക്ക് അതെന്താണ്? മഹാന്മാരോടുള്ള ദുആ ഇരക്കൽ. ഒരൊറ്റ ആയത്തിൽ, ഇത് സൂറത്ത് അങ്കബൂത്തിലെ 65-ാമത്തെ വചനമാണ്. 29-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? കടലിൽ വെച്ച് നിഷ്കളങ്കരായി അല്ലാഹുവിനോട് മാത്രമായി അവർ പ്രാർത്ഥിക്കുന്നു. കരയിലെത്തിയാലോ അവരതാ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. അതിനെ അല്ലാഹു വിളിച്ചതെന്താ? ശിർക്ക് എന്നാണ്. കടലിൽ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ചതിനെ അല്ലാഹു തൗഹീദ് എന്നും, കരയിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെ ശിർക്ക് എന്നും അല്ലാഹുവാണ് പറയുന്നത്, മുജാഹിദുകളല്ല. പടച്ചതമ്പുരാനാണ് പറയുന്നത്, മലിക്കുൽ ജബ്ബാറായ റബ്ബാണ് പറയുന്നത്. ഈ വസ്തുത നമ്മൾ ശരിക്ക് പഠിക്കണം, ശരിക്ക് മനസ്സിലാക്കണം. അപ്പൊ ഖുർആനിൽ 29-ാം അധ്യായം 65-ാമത്തെ വാചകത്തിൽ അല്ലാഹു പറയുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിൽ 39-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറയും. അതുകൂടെ നമ്മൾ ഈ വിശേഷമായി തുടക്കത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. നോക്കൂ, മക്കാ മുശ്രിക്കുകൾക്ക് സംഭവിച്ച ദുരന്തം എന്താ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു, നിഷ്കളങ്കമായ മതം അഥവാ ആരാധന എന്നൊക്കെ പറയുന്നു, പടച്ചോനുള്ളതാണ് നിഷ്കളങ്കമായ കീഴ്വടക്കമൊക്കെ. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, ഔലിയാക്കളെ, അല്ലാഹുക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ അവർ പറയുന്നത് എന്താ? മാനഅബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. മാനഅബുദുഹും, ഞങ്ങളെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല? അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഈ മഹാന്മാരായ വലിയകൾ അടുപ്പിക്കുമെന്ന വിശ്വാസമല്ലാതെ മറ്റൊരു വിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. ഉണ്ടോ? മക്കാ മുശ്രിക്കുകൾ പറയുന്നത് എന്താണ്? അല്ലാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കും. ഈ ഔലിയാക്കൾ, ഞങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാക്കൾ, ഈ ഔലിയാക്കൾ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഉണ്ടോ? പടച്ചതമ്പുരാനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നവരാണിവർ. ഞാൻ ചോദിക്കട്ടെ, ഈ വാദമാണ് ഇന്ന് കേരളത്തിലും കർണാടകയിലുമൊക്കെയുള്ള മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന്റെ വാദം. ഞങ്ങൾ ഔലിയാക്കളെ ആരാധിക്കുന്നില്ല. ഈ ഔലിയാക്കൾ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ,